തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ആദ്യകാല സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ രക്തരൂക്ഷിതമായ ഒന്നാണ് കല്ലറ പാങ്ങോട് സമരം. ബ്രിട്ടീഷ് ഭരണത്തിനും സർസിപ്പിക്കുമെതിരായി നടന്ന സമരത്തിൽ നിരവധി നേതാക്കൾക്ക് അതിക്രൂര മർദ്ദനമേറ്റതും കൊല്ലപ്പെട്ടതും സമരത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാങ്ങോട് പഴയ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. പാങ്ങോട് പഴയ പോലീസ് സ്റ്റേഷൻ വെറുമൊരു ചരിത്ര അവശേഷിപ്പല്ല. രാജ്യസ്വാതന്ത്ര്യത്തിനായി മുഴങ്ങിയ കാഹളത്തിൽ ചോര ചിന്തിയ ഇടം. സർ സിപിയുടെ കിരാത ഭരണത്തിൽ പോലീസുകാർ മനുഷ്യരെ മൃഗീയമായി പീഡിപ്പിച്ചതിന്റെയും വെടിവെച്ച് കൊന്നതിന്റെയും അടയാളങ്ങൾ ഇപ്പോഴുമുണ്ടിവിടെ. തിരുവിതാംകൂറിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ടവരുടെ ചരിത്രവും വീരസ്മരണകളും അടങ്ങുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് പാങ്ങോട് പഴയ പോലീസ് സ്റ്റേഷൻ. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ സമരത്തിൻ്റെ പാത പിൻപറ്റി തിരുവിതാംകൂറിൽ നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു വിപ്ലവമാണ് കല്ലറ പാങ്ങോട് വിപ്ലവം. നിരവധി പേരെ തൂക്കിലേറ്റുകയും നിരവധി പേർ പോലീസിൻ്റെ മൃഗീയമായ പീഡനങ്ങൾക്കിരയാവുകയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് പീഡിപ്പിച്ച ചരിത്രമാണ് ഈ പഴയ പോലീസ് സ്റ്റേഷന് പറയാനുള്ളത്. 1938 ഓഗസ്റ്റ് 26-നാണ് കല്ലറ പാങ്ങോട് സമരത്തിന് തുടക്കം കുറിക്കുന്നത്. സർ സിപിയുടെ നിർദ്ദേശപ്രകാരം അന്യായമായ നികുതി പിരിവിനെതിരെയുള്ള പൊട്ടിത്തെറിയാണ് വിപ്ലവത്തിന് കാരണമായത്. അക്കാലത്ത് നാടെങ്ങും കത്തിപ്പടർന്ന സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റിൽ കല്ലറ പാങ്ങോട് സമരവും ജ്വലിച്ചു നിന്നു. സമരത്തിൽ സംഘർഷവും പോലീസ് സ്റ്റേഷൻ ആക്രമണവും വെടിവെപ്പുമുണ്ടായി. പാങ്ങോട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. പോലീസ് പിടികൂടിയ സമരഭടന്മാരായ കൊച്ചപ്പിപ്പിള്ളയെ 1940 ഡിസംബർ 17-നും പട്ടാളം കൃഷ്ണനെ 18-നും തൂക്കിലേറ്റി. നിരവധി പേർ പോലീസിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ടു. ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസിന് നേരെ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കർഷക ജനതയും പോലീസിന് നേരെ വെടിയുതിർത്തപ്പോൾ 2 പോരാളികളെ പോലീസ് ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ആ 2 പോരാളികളെയും ഈ തെങ്ങിൻ്റെ മൂട്ടിലാണ് മറമാടപ്പെട്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ 4 വർഷം മുൻപ് നടന്നിരുന്നു. എന്നാൽ പിന്നീട് നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും ഉടമസ്ഥാവകാശം ആഭ്യന്തര വകുപ്പിനാണ്. ഇത് സ്മാരകമാക്കി സംരക്ഷിക്കാനുള്ള നടപടികളും എവിടെയും എത്തിയിട്ടില്ല. തിരുവിതാംകൂറിന്റെ ചരിത്രത്താളുകളിൽ അനാഥമെങ്കിലും ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ് പാങ്ങോട് പഴയ പോലീസ് സ്റ്റേഷന്റെ സമര ചരിത്രം. ക്യാമറമാൻ സന്തോഷ് ചേകവറിനൊപ്പം മനീഷ് മഹിപാൽ, 24 തിരുവനന്തപുരം.